أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ اغفر لنا بهذا المحضر ولتأتفي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. റൂഹുൽ അദബിൻ്റെ 84-85 വരികളുടെ വിശദീകരണത്തിലൂടെയായിരുന്നു നമ്മൾ കടന്നു പോയിരുന്നത്. അതിൻ്റെ ലാസ്റ്റത്തെ ഭാഗമാണെന്ന് ഇൻഷാ അല്ലാഹ്. ഇതുകൊണ്ട് കഴിഞ്ഞാൽ 56-ാമത്തെ വരിയിലേക്ക് കടക്കും അടുത്ത ദർശനം ഇൻഷാ അല്ലാഹ്. വനാസിഹൽ ഇഖ്വാന വസ്മുത് സാഹിബി അഹ്ലുൽ മറൂഅത്തി മിനൽ അഖാരിബി. നമ്മൾ കഴിഞ്ഞ ദർശനം സംസാരിച്ചിരുന്ന നാസിഹുൽ ഇഖ്വാന എന്ന് പറയുന്ന ഭാഗം, പിന്നെ വസ്മുത്ത് എന്ന് പറയുന്ന ഭാഗം. ഇനി നമ്മൾ ഇന്ന് പറയുന്നത് സാഹിബി അഹ്ലുൽ മറൂഅത്തി മിനൽ അഖാരിബി. അപ്പം സഹോദരങ്ങളോട് നിങ്ങൾ ഗുണകാംക്ഷയോട് ഉപദേശിക്കുന്നവനായി നിലകൊള്ളണം. അതുപോലെ അതിന് സാധിക്കുന്നില്ലെങ്കിൽ മൗനം പാലിക്കണം. പിന്നെ ആത്മീയമായ ബന്ധുക്കളിൽ മഹിമയുള്ള ആളുകൾ, നല്ല സൽസ്വഭാവമുള്ള ആളുകളുമായി നിങ്ങൾ കൂട്ടുകൂടണം, സഹവസിക്കണം. വൽമർഉ ഫീ ദീനി ഖരീനിഹിൽ ഹമീം ഇൻ സാലിഹൻ ഫസാലിഹുൻ വ ഇൻ ബഹീം. വൽമറു, ഒരു മനുഷ്യൻ, ഫീ ദീനി കരീനിഹിൽ ഹമീം, അവൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ദീനിലാണ് ഉണ്ടാവുക. ഇൻ സ്വാലിഹൻ, അവൻ നന്നായാൽ ഫസാലിഹ്, ഈ മനുഷ്യൻ നന്നാവും. വൈൻ ബഹീം, അല്ല അവൻ മൃഗതുല്യനായ ഒരാളാണെങ്കിലോ അവനും അതുപോലെ തന്നെ ആയിത്തീരും. അപ്പോൾ ഇനി പറയുന്ന ഭാഗം മുസാഹബത്തു അഹ്ലുൽ മുറൂഅത്ത് മിൻ അഖാരിബി. മുറൂഅത്തിൻ്റെ സൽസ്വഭാവികളായ ആളുകൾ, അള്ളാഹുവിനോട് സാമീപ്യം സിദ്ധിച്ച സൽസ്വഭാവികളായ ആളുകളുമായി നിങ്ങൾ സഹവാസത്തിലാവണമെന്ന് പറഞ്ഞു. അതിന് വിശദീകരിക്കാം. ഇവിടെ അൽ അഖാരിബി എന്ന വാക്കിന് വിശദീകരണം നൽകിയ മഹാൻ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം അടുത്തുള്ളവർ എന്നാണ്. അപ്പോൾ അടുത്തുള്ള ആളുകളിൽ നിങ്ങൾ സൽസ്വഭാവികളായ ആളുകളുമായി നിങ്ങൾ സഹവസിക്കണം എന്നാണ്. അതിന് മഹാനുകളൊരു ഹിക്മത്തും പറയുന്നുണ്ട്, അങ്ങനെ അർത്ഥമാണ് ഇതിന് കൊടുക്കേണ്ടതെന്നുള്ളതിന്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ലിക്കൈല തഹ്സറ തലദ്ദുദ ബിൽ മുനാസഹബത്ത് റാഖിയ. നിങ്ങൾക്ക് നല്ല നസീഹത്തിൻ്റെ, ഏറ്റവും നല്ല ഉദാത്തമായ നസീഹത്തിൻ്റെ മാധുര്യം നിങ്ങൾക്ക് അനുഭവിക്കണോ? അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണോ? ഒബി സുമുവി മആനി സംത്, ഏറ്റവും ഉദാത്തമായ മൗനത്തിൻ്റെ ഉന്നതമായ അവസ്ഥകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണോ? അങ്ങനെയാണെങ്കിൽ സ്വാലിഹീങ്ങളായ ഇങ്ങനത്തെ ആളുകളുമായി കൂട്ടുകൂടണം. അപ്പോൾ ഈ സഹവാസത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് നല്ല നസീഹത്തും സംത്തും ഒക്കെ ശീലിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് നസീഹത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പിന്നെ അനാവശ്യ സാഹചര്യങ്ങളിൽ നിന്ന് മൗനം പാലിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൂട്ടുകൂടുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരേ അല്ല. അവരെപ്പോഴും അനാവശ്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുപോലെ അവർക്ക് ഒരു നസീഹത്തും ഇല്ല, ഒരു ഘട്ടത്തിലും ഒരു വിഷയത്തിലും നസീഹത്തും ഇല്ലാത്ത ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എത്ര ഉദ്ദേശിച്ചിട്ടും കാര്യമില്ല, ആ കാര്യം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. ഇനി അത് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാലിഹീങ്ങളായ നിങ്ങൾ അടുത്തുള്ള ആളുകളുമായി സഹവസിക്കണം. ലാസിം അഹ്ലുൽ മുറൂഅ, നിങ്ങൾ സൽസ്വഭാവികളായ ആളുകളുമായി സഹവസിക്കണം. മിനൽ അഖാരിബി, ഇവിടെ അതിനർത്ഥം കൊടുത്തത് അടുത്തുള്ളവർ എന്നാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിനൊരു നല്ലൊരു വ്യാഖ്യാനമായിരിക്കും തോന്നി. കാരണം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി നമ്മൾ ശാരീരികമായി നമ്മൾ ഒരാളോട് സഹവസിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ശേഖൻ്റെ അടുത്തൊക്കെ ബാഹ്യമായി പോകണം എന്ന് വിചാരിച്ചാലൊക്കെ ഒരുപാട് മെനക്കെടുണ്ട്. അപ്പോൾ അവിടെ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും സാലിഹായ മനുഷ്യനെ തേടി നമ്മൾ നടന്നാലും അവരും ചിലപ്പോൾ
ഒരുപാട് തിരക്കുള്ള ആളായിരിക്കും. അവരെയും കൂടെ നമ്മൾ സഹവസിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോട് അടുത്തുള്ള, നമുക്ക് കൈപ്പിടി കിട്ടുന്ന, നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന, നമ്മൾക്ക് ഒന്ന് കോളേജാ കിട്ടുന്ന, നമ്മൾക്കൊന്ന് എടുത്ത് പോയി സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ സാധിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അടുത്തുള്ളവർ, അവരിൽ പെട്ട നല്ലവരെ തിരഞ്ഞെടുത്ത് നമ്മൾ അവരെ കൂട്ടണം. മറ്റവരെ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ഒഴിവാക്കരുത്, അല്ലെങ്കിൽ മറ്റവർ മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. കാരണം അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബാഹ്യമായ ആവാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. സംഭവം നമ്മളുടെ ഹിമ്മത്ത് പൂർണ്ണമായും നമ്മളെ ഷേഖിലേക്ക് തിരിച്ചു വെച്ച് ഷേഖ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മാത്രം മുഴുകുക എന്നൊക്കെ നമ്മൾ ഉദ്ദേശിച്ചാൽ അത് മതി. പക്ഷെ നമ്മളെ ഹിമ്മത്ത് അത്രമാത്രം ഉണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ബാഹ്യമായ സഹവാസത്തിൽ നമ്മൾ ഇങ്ങനത്തെ നല്ല ആളുകൾ കൂടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക മോശം ആൾക്കാരായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് നഷ്ടം വരും. ഈ ഷേഖിനോടുള്ള ഹിമ്മത്തിൽ തന്നെ ചോർച്ച വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന, നമുക്കെപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള, എപ്പോഴും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന, സഹവാസത്തിലാവാൻ പറ്റുന്ന നല്ല കൂട്ടുകാരുണ്ടാവും. അവരെ ആയിട്ട് നിങ്ങൾ സഹവസിക്കണം. നല്ല സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും, അവരായിട്ട് നിങ്ങൾ സഹവസിക്കണം എന്നാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ മഹാൻ പറഞ്ഞത്. അങ്ങനെയുള്ളൊരു അർത്ഥമാണ് ഇതിന് കൊടുക്കേണ്ടതെന്ന്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അവരെ അടുത്തുള്ളവർ മാത്രമാണ് നിങ്ങൾ അതിൽപ്പെടുക. അടുത്തുള്ളവർ ഫസ്റ്റ്. അതായത് നിങ്ങളെ വീടിൻ്റെ അടുത്ത് കുറച്ച് ഇഖ്വാനിങ്ങളുണ്ട്, അവർ നല്ലവരാണ്. അങ്ങനെയാണെങ്കിൽ അവരോടാണ് ആദ്യം നിങ്ങൾ സഹവസിക്കേണ്ടത്, പിന്നെയാണ് ദൂരമുള്ളവരെന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പം നമ്മൾ ദൂരമുള്ളവരെ നോക്കിയിട്ട് അടുത്തുള്ളവർ സഹവസിക്കാതിരിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് മിനൽ അക്കാരിബി. അപ്പോൾ മിനൽ അക്കാബിൻ തുടങ്ങിയിട്ട് ഐരിഹിം മിനൽ അക്കാസി, അതിൻ്റെ കൂടെ ഇതും കൂടി ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഐരിഹിം മിനൽ അക്കാസി, ദൂരമുള്ള ആളുകളിൽ നിന്നും, അടുത്തുള്ളവരിൽ നിന്നും ദൂരമുള്ള ആളുകളിൽ നിന്നും, ആദ്യം അടുത്തുള്ളവരിൽ നിന്ന് തുടങ്ങാമെന്ന്. നമ്മളെപ്പോഴും പറയും നമുക്ക് നല്ല ആൾക്കാർ കിട്ടുന്നില്ല, നല്ല ആൾക്കാരൊക്കെ എപ്പോഴും തിരക്കിലാണ്, അല്ലെങ്കിൽ നല്ല ആൾക്കാർ അവിടെയാണ് ഇവിടെയാണ്, അതുകൊണ്ട് കിട്ടുക. അങ്ങനെയല്ല, നല്ല ആൾക്കാർ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ നമുക്ക് തുടങ്ങാൻ നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള, നമ്മൾ വിശേഷണങ്ങളെല്ലാം യോജിച്ചിട്ടൊന്നും ഇല്ലാത്ത, എന്നാൽ ഏറെക്കുറെ യോജിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ നമുക്ക് കൂട്ടുപിടിക്കാമല്ലോ. അതിന് ശേഷം പിന്നെ പതിയെ മറ്റേലേക്കൊക്കെ കടക്കാം. ഇവിടെ ഫൈൻ നമിൻ ഫി കൗലിഹി മിനൽ അഖാരിബി തുഫീദു മഅന ഫി, ഇവിടെ മിൻ അഖാരിബിൻ്റെ അർത്ഥത്തിൽ ഫി എന്ന അർത്ഥമാണ് കൂടുതൽ കൊടുക്കേണ്ടത്, അവരിൽ നിന്നുള്ള അർത്ഥത്തിൽ. വഖദ് യതബയ്യന ലക സിർറു ഇഹ്തിയാരിഹി മിൻ ദൂന ഫി ഹീന തസ്തർജിഉ തജാരിബക നഹവിയ്യത അന്ന മിൻ അസാലത തുഫീദുൽ ഇബ്തിദാ. അപ്പോൾ മിൻ എന്നത് ഇവിടെ ഫീ എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തത്, മിൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പിന്നെ എന്തിനാണ് ഫീന്ന് കൊടുക്കാതെ മിന്ന് കൊടുത്തത്? അതിലൊരു നമ്മൾ നഹ്വിൻ്റെ ഈ അറബിക്ക് വ്യാകരണ ശാസ്ത്രത്തിൻ്റെ നിയമപ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മിൻ എന്ന വാക്കിന് ഇബ്തിദാവിൻ്റെ അർത്ഥമുണ്ട്, അതായത് തുടങ്ങുക എന്നുള്ള അർത്ഥം. അപ്പോൾ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നിങ്ങൾ ആദ്യം തുടങ്ങേണ്ടത് അടുത്തുള്ള ആൾക്കാരിൽ നിന്നാണ്. നിങ്ങൾക്ക് അടുത്തുള്ള, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ സുഹൃത്തുക്കൾ, എനിക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കളെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക, ഓരോന്നിങ്ങനെ മുഹമ്മദ്, അബൂബക്കർ, അലി, ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കുക. ഓക്കെ ഇതിൽ ആരാണിപ്പോൾ അതിൽ ഒരാളെ, ഇത് കുഴപ്പമില്ല, ഈ വിശേഷണങ്ങളൊക്കെ ഉള്ള ഒരാളുണ്ടെന്ന് മനസ്സിലാക്കുന്നത് കരുതുക, അവരുമായിട്ട് നമ്മൾ കൂടുതൽ എടുക്കുക. അവിടെ നിന്ന് തുടങ്ങണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ മിൻ അവിടെ പറഞ്ഞത് നിങ്ങൾ അടുത്തുള്ള സാലിഹീങ്ങളുമായ സഹവാസം നിങ്ങൾ ആദ്യം തുടങ്ങണം, അതിൽ നിന്ന് തുടങ്ങണം, എന്നിട്ട് ദൂരെയുള്ളതിലേക്ക് എത്തണം. ആദ്യം ദൂരെയുള്ളത് പിടിക്കാൻ നോക്കരുത്. ദൂരെയുള്ളത് പിടിക്കാൻ നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ബാധകവും. ഒന്നാമത് നമുക്ക് അവരെ എപ്പോഴും കിട്ടണം എന്നില്ല. അപ്പം പിന്നെ ഞാനൊരാളെ കണ്ടെത്തിയിരുന്നു, അവരെനിക്ക് എപ്പോഴും കിട്ടൂല, അങ്ങനെ പിന്നെ അങ്ങനത്തെ ഒരു സങ്കടമായിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ അടുത്തുള്ള ആളുകളെ കണ്ടെത്താം. വഖ്താറഹു ലിയദ്ഫഅ മിൻ ശുബ്ഹത്തിൻ ഖദ് യൂജിദുഹാ ഫീ മിൻ ഖസ്രിൽ മുസാഹബത്തി ഫി സ്വാലിഹീന മിൻ അഖാരിബി ദൂന ഐരിഹിം മിനൽ ബഈദീൻ. അപ്പോൾ ഈ ഫീ എന്നുള്ള വാക്കാണ് അവിടെ കൊടുത്തതെങ്കിൽ അടുത്തുള്ള സാലിഹീങ്ങളെ, അടുത്തുള്ള നല്ല സ്വഭാവമുള്ളവരെ മാത്രം സഹവസിച്ചാൽ മതിയെന്ന് വരും, ദൂരമുള്ളവർ വേണ്ടാന്ന് വരും. അങ്ങനെയല്ല, മിൻ എന്ന് കൊടുത്തതുകൊണ്ട് അവിടെ എന്തായി, അടുത്തുള്ളവരിൽ നിന്ന് തുടങ്ങി ദൂരമുള്ളവരിലേക്ക്. ദൂരം കൊണ്ടും നമുക്ക് സാമീപ്യം കൊണ്ട് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നത് നോക്കുമ്പോൾ ഒക്കെ അടുത്തുള്ളതിന് തുടങ്ങി ദൂരമുള്ളതിലേക്ക് എത്തിക്കുന്ന
ഒരു രീതിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ലാജിമ സ്വാലിഹീൻ ബിദായത്ത് മിനൽ അഖാരിബി. അപ്പോൾ നിങ്ങൾ സ്വാലിഹീങ്ങളുമായി കൂട്ടുകൂടണം. ആദ്യം ഇവിടെ തുടങ്ങേണ്ടത് ബിദായത്ത് മിനൽ അഖാരിബി, ഏറ്റവും അടുത്ത ആൾക്കാരിൽ നിന്ന് തുടങ്ങുക. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള, ഇപ്പോൾ ഫിസിക്കലി പറയുകയാണെങ്കിൽ നമ്മളെ വീടിൻ്റെ ഒക്കെ അടുത്തുള്ള ഇഖ്വാനിങ്ങൾ നോക്കുക, അവരിൽ നിന്ന് തുടങ്ങുക. അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് എപ്പോഴും അപ്രോച്ചബിളായി നിൽക്കുന്ന, മെസ്സേജ് അയക്കുന്ന, കോൾ ചെയ്യുന്ന, നമ്മളോട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരിൽ നിന്ന് തുടങ്ങുക. അവരിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ കുറച്ചും കൂടി അപ്പുറത്തേക്കുള്ള ആളുകളൊക്കെ നമുക്ക് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. വഅരിഹിം മിനൽ ഖുസാത്തി സ്വാലിഹീൻ, അതിനുശേഷം പിന്നെ ദൂരമുള്ള ഇഖ്വാനിങ്ങളെ നമ്മൾ അതിലേക്ക് കൂട്ടുക. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ ഈ ഓൺലൈൻ മാധ്യമങ്ങളും ഫോണും ഈ ഇൻ്റർനെറ്റും ഒക്കെ സജീവമായതുകൊണ്ട് ദൂരം അധികം പ്രശ്നമല്ല. പക്ഷെ ദൂരത്തിനേക്കാൾ കൂടുതൽ ആക്സസിബിലിറ്റിയാണ് പ്രശ്നം. അവരെത്രത്തോളം നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ചില ആൾക്കാർ നല്ല തിരക്കുള്ളവരായിരിക്കും, ചിലർ അത്ര തിരക്കുള്ളവരുണ്ടാവില്ല. അപ്പോൾ ആദ്യം തിരക്കില്ലാത്തവരായിട്ട് നമ്മൾ കൂട്ടുകൂടുക. തിരക്കുള്ളവരെ പിന്നാലെ തന്നെ പോയി കഴിഞ്ഞാൽ ഓർക്ക് അത്ര സമയം ഉണ്ടാവില്ലല്ലോ. തിരക്കില്ലാത്തവരായിട്ട് കൂട്ടുകൂടുക. എന്നിട്ട് അവരിൽ നിന്ന് പതിയെ തിരക്കുള്ളവരിലേക്ക് നമ്മൾ അവരുടെ ഒരു ഒഴിവ് സമയം അനുസരിച്ച് മെല്ലെ മെല്ലെ അതിലേക്ക് കയറുക. അപ്പോൾ രണ്ടും നമുക്കൊരു നഷ്ടം ഉണ്ടാവില്ല. നമ്മൾ ഈ ഗ്യാപ്പ് പിന്നെ മോശപ്പെട്ട ആൾക്കാർ ഫില്ല് ചെയ്യില്ല. നമ്മൾ സമയം ഏതെങ്കിലും ഒരു ഇതിന് കൊടുക്കണമല്ലോ. ഒന്നെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയില്ല, ഒന്നെങ്കിൽ അത് നല്ലതിനായിരിക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ മോശത്തിനായിരിക്കും. ഇപ്പം നല്ലത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, നല്ല കൂട്ടുകാരുമായി സഹവസിക്കാൻ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവിടെ ആ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്യുക പിന്നെ മോശം കൂട്ടുകാരായിരിക്കും. അതിനേക്കാൾ നല്ലത് ഏറ്റവും നല്ല ഒരവസ്ഥയിലുള്ള ഒരാളെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഒരു ഹാഫ് ഗുണമുള്ള ആളെങ്കിലും നമ്മുടെ അടുത്തുള്ളവരെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഫൽ അഖാരിബു മഅതൂഫുൻ അലൈഹി ഹദീഫുൽ മഅതൂഫു വഖദ്ദിറുഹു ബിഐരിഹിം മിനൽ ഖുസാത്തി കമാ റഅയ്ത വല്ലാഹു അലം. ഇവിടെ അഖാരിബ് എന്ന് പറഞ്ഞതിലേക്ക് ഒരു വാക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതിവിടെ അതഫ് ചെയ്യപ്പെട്ടതാണ്, ഒഴിവാക്കപ്പെട്ടതാണ്. ഹദഫ് ഒഴിവാക്കപ്പെട്ടതാണ്. ഏതാണത്? പിന്നെ മിൻ അഖാരിബി മിൻ ഐരിഹിം ഖുസാത്തു സാലിഹീൻ എന്ന വാക്ക് അതിൽ ചേർക്കപ്പെടേണ്ടതാണ്. മിനൽ അഖാരിബി വൈരിഹിം ഖുസാത്തു സാലിഹീൻ, അതായത് അടുത്തുള്ള ആളുകളും പിന്നെ ദൂരമുള്ള ആളുകൾ എന്ന് അതിൽ ചേർക്കപ്പെടണം. അത് പിന്നെ കവിതൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടോ ഒക്കെ അത് ഒഴിവാക്കപ്പെട്ടതായിരിക്കും. വമാ അദ്റാക മൽ മറൂഅ. ഈ മറൂഅത്ത് ഏറ്റവും നല്ല സൽസ്വഭാവം എന്നൊക്കെ പറഞ്ഞല്ലോ, എന്താണ് അത് നിങ്ങൾക്കറിയോ? ഇന്നഹ അദാബുൻ നഫ്സാനിയ, അത് ആന്തരികമായ ഒരു അദബിൻ്റെ പേരാണ്. തഹ്മിലു മുറാഅതുഹുൽ ഇൻസാന അലാ വഖൂഫി ഇൻദ മഹാസിനിൽ അഖ്ലാഖി വ ജമീലിൽ ആദാത്ത്. ഒരു ആന്തരികമായ ഗുണത്തിൻ്റെ പേരാണ് മറൂഅത്ത്. ആ ഗുണം ഒരാൾ കൊണ്ടു നടന്നാൽ അത് അവനെ ഏറ്റവും നല്ല സൽസ്വഭാവത്തിലേക്കും ഏറ്റവും സൗന്ദര്യമുള്ള ശീലങ്ങളിലേക്കും എത്തിക്കും. ഇപ്പോൾ ഒരാൾക്കൊരു ഗുണമുണ്ട്, ആ ഗുണം കൊണ്ട് അവൻ ഏറ്റവും നല്ല സൽസ്വഭാവങ്ങളിലേക്കും ഏറ്റവും നല്ല ശീലങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ആ ആന്തരികമായ ഗുണത്തിൻ്റെ പേരാണ് മറൂഅത്ത്. ഇന്നഹ മുറാഅത്തുൽ അഹ്വാൽ. ഈ മറൂഅത്തുള്ളൊരു മനുഷ്യൻ, അതായത് സൽസ്വഭാവമുള്ളൊരു മനുഷ്യൻ, മുറാഅത്തുൽ അഹ്വാൽ, അദ്ദേഹത്തിൻ്റെ ആത്മീയമായ അവസ്ഥകളെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കും. ഇലാ അൻ തകൂനു അലാ ഫുദലിഹ, അങ്ങനെ അവൻ അതിലേറ്റവും ഉത്തമനായ അഹ്വാലുകൾ, ഉത്തമമായ ആത്മീയ അവസ്ഥകളുള്ള ആളായിരിക്കും. ഹത്താ ലാ യദ്ഹറു മിൻഹ ഖബീഹുൻ അൻ ഖസദ്. എത്രത്തോളം എന്നാൽ അവനിൽ നിന്ന് അവൻ കരുതിക്കൂട്ടി മോശപ്പെട്ട കാര്യങ്ങളൊന്നും വരില്ല. വളരെ മോശപ്പെട്ടതെന്ന് പറഞ്ഞാൽ അറപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അവൻ്റെ അടുത്തുനിന്ന് കരുതിക്കൂട്ടി വരില്ല. വലാ യതവജ്ജഹു ഇലൈഹിം ദമ്മുൽ ബിൽ ഇസ്തിഹ്ഖാഖ്. അതുപോലെ തന്നെ അവന് അർഹിക്കുന്ന ഒരു കുറ്റപ്പെടുത്തലും, അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലേക്കും അവൻ തിരിഞ്ഞു നിൽക്കൂല. വഹലുൽ മുറാഅത്ത ഖൗമുൻ, മുറുവത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമാണ്. ലാ യസ്ദുറു മിൻഹും, അവരിൽ നിന്ന് വെളിവാവൂല ഇല്ലാ ഫഖാറുൻ ജമീല, ഏറ്റവും നല്ല
ചിന്തകളല്ലാതെ, ഏറ്റവും സുന്ദരമായ ചിന്തകളല്ലാതെ അവരിൽ നിന്ന് വെളിവാവൂല. അത് സൽസ്വഭാവികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഉദ്ദേശിക്കുന്ന ആരാണ്? അവരിൽ നിന്ന് ഏറ്റവും നല്ല ചിന്തകൾ മാത്രമേ വരുള്ളൂ. വാക്വാലുൻ യസ്തഹ്സിനുഹ അശ്ശർഉ വൽ അഖൽ. അതുപോലെ തന്നെ ശരീഅത്തും അതുപോലെ ബുദ്ധിയും ഒക്കെ ഏറ്റവും നല്ലതെന്ന് കരുതുന്ന സംസാരങ്ങൾ മാത്രമേ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുള്ളൂ. അവരുടെ ചിന്തകൾ ഏറ്റവും ഭംഗിയുള്ളതായിരിക്കും. അവരുടെ സംസാരങ്ങളും ഏറ്റവും ഉദാത്തവും ഭംഗിയുള്ളതുമായിരിക്കും. വഅമാലുൻ തൂജിബു ഉഹവ്വതുഹും വമുലാസമതുഹും. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനവും അതുപോലെ തന്നെയായിരിക്കും. ആ പ്രവർത്തനങ്ങൾ കാരണം അവരെ സഹവസിക്കേണ്ടതും അവരെ കൂടെ ഇരിക്കേണ്ടതും നിർബന്ധമായി തീരും. അപ്പോൾ അവർ നല്ല ചിന്തകൾക്കുടമയായിരിക്കും. അവരുടെ സംസാരങ്ങൾ ഏറ്റവും നല്ലതായിരിക്കും. അവരുടെ പ്രവർത്തനങ്ങളും ഏറ്റവും നല്ലതായിരിക്കും. എത്രത്തോളം എന്നാൽ അത് കാരണമായി, ഈ ചിന്തകളും സംസാരവും പ്രവർത്തനവും കാരണമായി നമ്മൾക്ക് അവരോട് സഹവസിക്കാൻ തോന്നും. അങ്ങനെ സഹവസിക്കേണ്ടതായ രൂപത്തിലുള്ള പ്രവർത്തനവും സംസാരമൊക്കെ ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക. കൗമുൻ ബിൽ ഗഫലത്തി ലാ യൂസഫൂൻ. അവരൊരു വിഭാഗമാണ്. അവർക്ക് എന്തുണ്ട്? അൽ ഗഫല, അവർക്ക് അള്ളാഹിനെ തൊട്ടുള്ള അശ്രദ്ധ എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു വർണ്ണന അവർക്ക് കൊടുക്കാൻ കഴിയില്ല. അതായത് അങ്ങനെ സൽസ്വഭാവമുള്ള ആളാണെന്ന് പറഞ്ഞാൽ ആ ആൾക്ക് അള്ളാഹിനെ തൊട്ട് അശ്രദ്ധനാണെന്ന് പറയാൻ നമുക്ക് പറ്റൂല. അങ്ങനെ അശ്രദ്ധ അയാളെ പിടികൂടൂല. വൈലൽ ഹസ്ലി വൽ കസ്ലി ലാ യൻസുബൂൻ. അവർക്ക് മടിയും അശ്രദ്ധയും അതൊന്നും അവരെ ചേർത്തി പറയാൻ പറ്റൂല. എപ്പോഴും അവർ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഒന്നിൻ്റെ പിറകെ വെറുതെ ബോറടിക്കുന്നത് പറയുന്ന ആൾക്കാരുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരല്ല മറുവത്തിൻ്റെ ആൾക്കാർ. എനിക്കിപ്പോൾ എങ്ങനെ അറിയാം സമയം പോകുന്നില്ല, ബോറടിക്കുന്നു, എന്താ എൻ്റെ ദിവസം ഇങ്ങനെ ചിന്തിക്കുന്നവരല്ല. അവർക്ക് സമയം ഉണ്ടാവില്ല. അവർ വിശ്രമിക്കാനോ അതുപോലെ തന്നെ മടിയനായി നിൽക്കാനോ ഇഷ്ടപ്പെടുന്നവരുമല്ല. ഇൻ അമലു നാസ്. അവർ ജനങ്ങളുമായി ഇടപഴകുകയാണെങ്കിലോ ഫലാ ദുൽമ. ജനങ്ങളെ ഒരിക്കലും അവർ ആക്രമിക്കൂല. വൈൻ ഹദ്ദസൂഹും. ഇനി അവരോട് അവർ സംസാരിക്കുകയാണെങ്കിലോ ഫലാ കദിബ. അവരൊരിക്കലും കളവ് പറയൂല. വഅമ്മൽ വഅദു. ഇനി അവരോട് ഈ മനുഷ്യന്മാർ, ഈ സ്വൽസ്വഭാവികളായ ആളുകൾ എന്തെങ്കിലും ഒരു വാഗ്ദാനം പറയുകയാണെങ്കിലോ ഫലാ യുറഫു മിൻഹും ഫിൽ ഖുൽഫ്. അതൊരിക്കലും അവരിൽ നിന്ന് അത് ബ്രേക്ക് ചെയ്യുന്നത്, മുറിച്ച് കളയുന്ന അവർക്ക് അറിയപ്പെടുക തന്നെയില്ല. അതായത് അവരൊരിക്കലും ആ ഒരു വാഗ്ദാനം മുറിച്ച് കളയൂല. ഫഫീഹിം ജാ അൽ അസറു അൻ നബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരെക്കുറിച്ചാണ് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? മൻ ആമലന്നാസ്. ആ വിഭാഗം ആളുകൾ മൻ ആമലന്നാസ്, അവർ ജനങ്ങളുമായി ഇടപഴകും. ഫലം യദ്ലിമഹും. പക്ഷെ ആ ജനങ്ങൾ അവർ ഉപദ്രവിക്കൂല. വഹദ്ദസവും, ജനങ്ങളോട് അവർ സംസാരിക്കും. ഫലം യക്ദിബുഹും. അവരോട് ആ ജനങ്ങളോട് അവർ കളവ് പറയൂല. വാദഹും, ആ ജനങ്ങളോട് അവർ വാഗ്ദാനം ചെയ്യും. ഫലാ യഖ്ലിഫുഹും. ആ വാഗ്ദാനത്തെ ഒരിക്കലും മുറിച്ച് കളയൂല. ഫഹുവ മിമ്മൻ കമുലത്ത് മറുഅത്ത. അവരെക്കുറിച്ചാണ് നമ്മൾ മറുവത്തുള്ള സൽസ്വഭാവികൾ എന്ന് പറയാൻ പറ്റുക. അവരെക്കുറിച്ചാണ്. വലഹറത്ത് അദാലത്തുഹു. നേരും നെറിയും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നാണ് വെളിവാവുക. വവജബത്ത് ഉഹവ്വതുഹു. അവരോടുള്ള സഹവാസമാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ ആൾക്കാരുമായിട്ടാണ് നമ്മൾ സഹവാസിക്കേണ്ടത്. അവരുടെ ചിന്തകൾ, പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ സംസാരങ്ങളെല്ലാം ഏറ്റവും ഭംഗിയുള്ളതായിരിക്കും. ആളുകളോട് സംസാരിക്കുമ്പോൾ കളവ് പറയൂല, ആളുകളെ ഉപദ്രവിക്കൂല, ഒരു വാഗ്ദാനം ചെയ്താൽ പാലിക്കുന്നവരായിരിക്കും. ഇങ്ങനത്തെ സ്വഭാവമഹിമുള്ള ആളുകളുണ്ടാവും. അവരുടെ കൂടെയാണ് നിങ്ങൾ സഹവസിക്കേണ്ടത്. ഇന്നഹും അഹ്ലുൽ മുറുഅ. അങ്ങനത്തെ കൂട്ടരാണ് മുറുവത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. സൽസ്വഭാവികളായ ആളുകൾ, മുറുവത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കൂട്ടുകാരാണ്. ലാസിമുഹും മുലാസമ. അവരോട് കൂടെ കയ്യൽ നമുക്ക് നിർബന്ധമാണ്. ഫൈൻ മുസാഹബത്തുഹും. കാരണം അവരോട് കൂടെ കഴിയുന്നത്, അവരെ കൂടെ സഹവസിക്കുന്നത് തജാലു കസീദൻ. നിങ്ങളെ ഭയങ്കര സന്തോഷവാനാക്കും. നമ്മൾ ആത്മീയമായ കണ്ണുകൾ കൊണ്ട് നോക്കണം കേട്ടോ. അതായത്
അപ്പം നമ്മൾക്ക് പിന്നെ അള്ളാഹുവിനെ ഇഷ്ടമാണ്, വിശ്വാസങ്ങൾ ഇഷ്ടമാണ്, ദിക്ർ ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ ആളുകൾ ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ള ആളുകളാണെങ്കിൽ ഇങ്ങനത്തെ മറുവത്തിൻ്റെ ആളുകളെ കൂടെ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം അനുഭവപ്പെടും. നമ്മൾ ഷെയ്ഖിൻ്റെ കൂടെ ഒക്കെ നിൽക്കുന്ന സമയത്ത് ഒരു നിമിഷമാണ് നമ്മൾ നിൽക്കണമെങ്കിൽ ആ നിമിഷത്തെ നമുക്ക് അനുഭവിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷത്തിന് അവിടെ എന്താ കാരണം ഉണ്ടായതെന്ന് നമുക്കറിയില്ല. നമുക്ക് ഉണ്ടായ ഒരു സന്തോഷം, ഹൃദയത്തിൽ ഭയങ്കരമായൊരു ഫീലിംഗ് വരില്ലേ, ആ ഫീലിംഗ് ആണത്. അത് നിങ്ങളെ സന്തോഷിപ്പിക്കും. അങ്ങനത്തെ ആൾക്കാരായിട്ട് കൂട്ടുകൂടുന്നത്. ബിസാഅത്തി ദുനിയാവ് മുഴുവൻ, ദുനിയാവിൻ്റെ സമയം മുഴുവൻ നിങ്ങൾ അവരെ കൂടെ ചിലവഴിച്ചാൽ അതൊക്കെ നിങ്ങൾ സന്തോഷിപ്പിക്കും. ദക്കായിക്കഹ, അതിൻ്റെ മിനിറ്റുകളും അതിൻ്റെ മണിക്കൂറുകളും, സവാനിഹ, അതിൻ്റെ നിമിഷങ്ങളൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കും. നിങ്ങൾ ആ മനുഷ്യൻ്റെ കൂടെ ഒരു നിമിഷമാണ് കണ്ടെന്ന് കരുതുക. നമ്മൾ ഷെയ്ഖിനൊക്കെ ഒറ്റൊരു നിമിഷമായിരിക്കും കണ്ടിട്ടുണ്ടാവുക, അധികമൊന്നും ഉണ്ടാവില്ല, ഒരു നിമിഷം 2 നിമിഷമൊക്കെ, അത് മതി നമ്മളെ സന്തോഷിപ്പിക്കും. അത് നമുക്ക് ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, അവർ അഹ്ലുൽ മുറുവ, അവരേറ്റവും സൽസ്വഭാവത്തിൻ്റെ ആളുകളാണ്. അവരോട് കൂടെ നമ്മളൊരു നിമിഷമാണ് സ്പെൻഡ് ചെയ്തെങ്കിൽ അത് മതി നമുക്ക് സന്തോഷം നൽകാൻ. ബൽ വബി അഖല്ല മിൻ ദാലിക ഇൻഷാ അല്ലാഹു തആല, അതിനേക്കാളും കുറഞ്ഞ സമയമാണെങ്കിൽ പോലും, ഒരു സെക്കൻഡിനേക്കാൾ കുറഞ്ഞ സമയമാണെങ്കിൽ പോലും അത് നിങ്ങളെ സന്തോഷിപ്പിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് മറുവത്തിൻ്റെ ആൾക്കാർ. എന്നാൽ നമ്മളുടെ ഉള്ളിൽ ദുൽമ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ പിന്നെ അന്ധകാരവും മോശത്തരവും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആൾക്കാരെ കൂടെ സഹവാസം നമുക്ക് എൻജോയ്മെൻ്റ് ആവില്ല കേട്ടോ. നമ്മൾ പറയുന്നത് നമ്മളെ ഹൃദയത്തിൽ ആ പ്രകാശകിരണം, മഹാന്മാരുടെ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, അതിനോടുള്ള മഹബത്ത് നമുക്കുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ സന്തോഷിപ്പിക്കും ഇൻഷാ അല്ലാഹു തആല. യസ്തസ്ഹിലൂന മഹാസിനൽ അഖ്ലാഖ്, ആ മനുഷ്യന്മാരുടെ പ്രത്യേകത എന്താ അറിയോ? യസ്തസ്ഹിലൂന മഹാസിനൽ അഖ്ലാഖ്, അവർക്ക് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. നമുക്ക് ഭയങ്കര ടഫായി തോന്നുന്ന കാര്യം അതെന്താ, സാരില്ല, അതിങ്ങനെ ചെയ്താൽ പോരെ, സിമ്പിളായിരിക്കും. സൽസ്വഭാവം അവർക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും വേറെ ആൾക്ക് കൊടുക്കാൻ, അതിൻ്റെ അവകാശമല്ലേ, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല, അങ്ങനെ വിട്ടുകൊടുക്കരുത്, അവനോട് ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിന്ത ഉണ്ടാവുക. ഈ സ്വാലിഹ്യങ്ങളായ സൽസ്വഭാവികളായ ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞു അത് സാരില്ല, വിട്ടുകൊടുത്തേക്ക്, എത്ര സിമ്പിളാണ്, നമുക്ക് അല്ലാഹ് തന്ന, നമ്മളെ നഫ്സിനെ മരിക്കാൻ അല്ലാഹ് തന്ന അവസരമല്ലേ, അങ്ങനെ ചെയ്താൽ പോരെ, എത്ര സിമ്പിളാണെന്ന് പറയുമ്പോൾ അവർക്ക് ആ സൽസ്വഭാവം വളരെ എളുപ്പമായിരിക്കും. ഒരിക്കൽ ഞാൻ അബീസാൽ തങ്ങളോട് ഇങ്ങനെ പറയുന്നത്, ഭയങ്കര പ്രയാസം, ഒരു മനുഷ്യനെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നു, ഭയങ്കര പ്രയാസം അനുഭവപ്പെടുന്നു. അപ്പോൾ ഷെയ്ഖ് പറയുന്നു എന്താ സാരില്ല, ആ മനുഷ്യനില്ല എന്ന് വിചാരിച്ചാൽ പോരെ, അവൻ മനുഷ്യനില്ല, അവൻ പ്രശ്നം കഴിഞ്ഞില്ലേ. നമ്മൾക്ക് ആ മനുഷ്യനുണ്ട്, അവർ നോക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്, അവരിങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, ഇങ്ങനെ ആക്കേണ്ടത് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ ആളില്ല എന്ന് വിചാരിച്ച പ്രശ്നമില്ല. വളരെ നമുക്കവർക്ക് സൽസ്വഭാവം എന്ന് പറയുന്നത് നല്ല, അവരുടെ സൽസ്വഭാവം അവർക്ക് ഈസി ആയിരിക്കും, വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജമീലൽ ആദാത്ത്, അതുപോലെ തന്നെ അവരുടെ നല്ല ശീലങ്ങളും അതും അവർക്ക് എളുപ്പമായിരിക്കും. ആ ശീലങ്ങളും കൊണ്ടുവരാൻ അവർക്ക് പ്രയാസമേ ഉണ്ടാവില്ല. വാഫാലുൽ ഹസന, അതുപോലെ നല്ല കർമ്മങ്ങൾ, പിന്നെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ, ദിക്ർ ചൊല്ലാൻ, ഖുർആൻ ഓതാൻ, നിസ്കരിക്കാൻ, അതൊന്നും അവർക്കൊരു പ്രയാസമേ ഉണ്ടാവില്ല. അതൊക്കെ നല്ല രസകരമായി ചെയ്യുന്ന രൂപത്തിലായിരിക്കും. അല്ലദീ തനാലു മിന ശറഅൽ ഹകീം വൽ അഖ്ൽ സലീം ശുക്രൻ വ തഖദീറൻ, അതായത് നിങ്ങളെ ബുദ്ധിയും ശരീഅത്തും ഒക്കെ നിങ്ങളെ നന്ദിയുള്ളവരാക്കുന്ന, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. ഇന്നഹും യദഊന അഹ്വാ അൻ നഫ്സിയ, അതുപോലെ തന്നെ ആ കൂട്ട ആളുകളുണ്ട്, അവർ യദഊന അഹ്വാ അൻ നഫ്സിയ, നഫ്സിയായ അവരുടെ നഫ്സിൽ നിന്ന് വരുന്ന ദേഹേച്ഛകൾ ഒഴിവാക്കുന്നവരായിരിക്കും. അൻ സാഹാത്തില്ലമാഇലിഹിം, അവരുടെ മനസാക്ഷിയുടെ അങ്കണത്തിൽ നിന്ന് അതൊക്കെ അവർ എടുത്തു മാറ്റിയിട്ടുണ്ടാവും. വലാ യതനഫസൂന ബില്ലദീ തുഹിബ്ബുഹുൻ നുഫൂസ്, അവരുടെ നഫ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അവർ ശ്വാസം എടുക്കുക പോലും ചെയ്യില്ല. മുഖാലിഫുൻ ലില്ലദീൻ യുഹിബ്ബു ശർഅ റബ്ബാനി, റബ്ബാനിയായ ശർഅന്, അള്ളാഹുവിൻ്റെ ശരീഅത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവർക്ക് ശ്വാസം എടുക്കാൻ പോലും അവർക്ക് തോന്നൂല. ഖൗമുൻ ലാ യജ്ലിസൂന വലാ യജ്തമിഊൻ, ആ ഒരു വിഭാഗം ആളുകൾ, മറുവത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? കൗമുൻ, അവർ വിഭാഗമാണ്. ലാ യജ്ലിസൂൻ,
വലാ ഇജ്തമ്യൂൻ, അവർ ഇരിക്കുകയോ ഒരുമിച്ച് കൂടുകയോ ചെയ്യില്ല. ഇല്ലാ ദിക്റില്ല, അള്ളാഹുവിൻ്റെ ദിക്കറിന് വേണ്ടിയിട്ടല്ലാതെ. അവർ ഒരുമിച്ച് കൂടുന്നുണ്ട് അള്ളാഹിൻ്റെ ദിക്കറിനായിരിക്കും, ഇരിക്കുന്നുണ്ട് അള്ളാഹിൻ്റെ ദിക്കറിനായിരിക്കും. അള്ളാഹിൻ്റെ ദിക്കറിന് എപ്പോഴും അള്ളാഹ് ചൊല്ലൽ മാത്രമല്ല, ഇൽമിൻ്റെ, നമ്മൾ മുമ്പൊക്കെ അത് പറഞ്ഞതാണ്, ഇൽമിൻ്റെ മജ്ലിസാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ദിക്കർ. ഖുർആൻ ഓതൽ അള്ളാഹിൻ്റെ ദിക്കറാണ്, സ്വലാത്തുൽ അള്ളാഹിൻ്റെ ദിക്കറാണ്. ഇതൊക്കെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഒക്കെ അള്ളാഹിൻ്റെ ദിക്കറാണ്. ഇതൊക്കെ അടങ്ങുന്ന അള്ളാഹിൻ്റെ ദിക്കറിന് വേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടുക, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. വലായ തഫറഖൂന ഇല്ലാ അലാ ദിക്രില്ല, അള്ളാഹിൻ്റെ ദിക്കർ കൊണ്ട് മാത്രമേ അവർ പിരിയുകയുള്ളൂ, അള്ളാഹിൻ്റെ ദിക്കറിന് വേണ്ടി മാത്രമേ അവർ ഒരുമിച്ച് കൂടുകയുള്ളൂ. ഖൗമുൻ വറദ ഫീഹിം അദീദ മിനൽ ഹദീസ്, ഈ വിഭാഗം ആളുകളെക്കുറിച്ച് ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി ഷരീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഖുദ ഐദം മിൻ ഫൈദിഹ, അതിൽ നിന്ന് ചിലത് ഇതാ പിടിച്ചോ എന്ന് പറയാം. ഖറജ ഇമാം തബ്രാനി തങ്ങൾ കൊണ്ടുവരുന്നൊരു ഹദീസാണിത്. വിസ്നാദി, അദ്ദേഹത്തിൻ്റെ ഇസ്നാദോട് കൂടി. അൻ സഹൽ ബിനുൽ ഹൻദലിയ റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് കാല, അദ്ദേഹം പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാ ജലസ ഖൗമുൻ മജ്ലിസൻ, ഒരു മനുഷ്യനും ഒരു മജ്ലിസിലിരിക്കൂല, യദ്കുറൂന അല്ലാഹു അസ്സ വജൽ ഫീ, ആ മജ്ലിസിൽ അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലിയിട്ടല്ലാതെ, ഫയഖൂമുൻ, എന്നിട്ട് അവൻ എഴുന്നേറ്റു, ഹത്താ യുഖാലു ലഹും, അങ്ങനെ അവൻ ചെയ്താൽ അവനോട് പറയപ്പെടും, കൂമു ഖദ് ഉഫിറ ലക്കും, നിങ്ങൾ എഴുന്നേറ്റോളൂ, ഖദ് ഉഫിറ ലക്കും, നിങ്ങൾക്ക് പുറത്ത് നൽകപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ പാപങ്ങൾ പുറത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. വബുദ്ദീലത്ത് സയ്യാദിഹും ഹസനാത്ത്, നിങ്ങളുടെ മോശത്തരങ്ങളൊക്കെ നല്ല കാര്യങ്ങളാക്കി പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടി ആരെങ്കിലും ഒരുമിച്ച് കൂടുകയും പിന്നെ ആ ഒരുമിച്ച് കൂടി അള്ളാഹിൻ്റെ ദിക്ർ ചൊല്ലി പിരിയുകയും ചെയ്താൽ അവർ എഴുന്നേൽക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ മലക്കുകൾ അവരോട് പറയുന്ന, നിങ്ങൾ എഴുന്നേറ്റോളിയും, അള്ളാഹു നിങ്ങൾക്ക് എല്ലാ തെറ്റും പുറത്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു ഹസനാത്തുകളായി നന്മകളാക്കി മാറ്റിയിട്ടുണ്ട്, അങ്ങനെ പറയുന്ന. വഖറജ ആയിദൻ റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ട തബ്രാനി ഇമാമു എന്നെ പറയുന്നുണ്ട്, ബിസ്നാദി, അദ്ദേഹത്തിൻ്റെ ഇസ്നാദോട് കൂടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് ഖാൽ, അദ്ദേഹം പറഞ്ഞു, മറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു എന്ന സഹാബിൻ്റെ അടുത്തുകൂടെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുപോയി. ഓഹോ യുദക്കിറു അസ്ഹാബുഹു, അബ്ദുല്ലാഹ് ബിൻ റവാഹ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു കൂട്ടം സഹാബാക്കളങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെ കൂടെ ഇങ്ങനെ ദിക്ർ ചൊല്ലായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം സഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ ദിക്റില്ലായിരുന്നു അബ്ദുല്ലാഹ് ബിൻ റവാഹ. അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ റസൂലുള്ളാഹി ഇങ്ങനെ കടന്നുപോയി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അലാ ഇന്നക്കും മലഉൻ, നിങ്ങളാണ് ആ വിഭാഗം, തീർച്ചയായും നിങ്ങളാണ് ആ കൂട്ടം. അല്ലദീ അമറനി റബ്ബി, എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, അൻ അസ്ബിറ നഫ്സി മഅഹും, എൻ്റെ നഫ്സിനെ നിങ്ങളെ അടുത്ത് തളച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വാസങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടത്തിനെ തപ്പി നടക്കുകയാണ്. അപ്പോൾ കുറച്ചിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു കൂട്ടം കണ്ടു. അത് അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കൂട്ടാണ്. മഹാനവറുകൾ ആളുകളെ കൂടെ ഇങ്ങനെ ദിക്ർ ചെല്ലുകയാണ്, സഹാബാക്കളെ കൂടെ. വിശ്വാസങ്ങൾ പറഞ്ഞു, ഈ കൂട്ടം തന്നെയാണ്, ഈ കൂട്ടത്തെക്കുറിച്ചാണ് എന്നോട് അള്ളാഹു പറഞ്ഞത്, നിങ്ങളവിടെ നിങ്ങളെ നഫ്സിനെ തളച്ചിടണം, ആ കൂട്ടത്തിൻ്റെ കൂടെ നിങ്ങൾ തളച്ചിടണമെന്ന് അള്ളാഹ് എന്നോട് കൽപ്പിച്ചത് ഈ കൂട്ടത്തിനെ കുറിച്ചാണ്. എന്നിട്ട് ആയത്ത് ഓതിക്കൊടുത്തു. സുമ്മ തല ഹാദിഹിൽ ആയ, എന്നിട്ട് ഈ ആയത്ത് ഓതിക്കൊടുത്തു. വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽഅദാതി വല്ലശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തദ് ദുനിയ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഅഹു വഖാന അമ്മുഹു ഫുർതാ. വസ്ബിർ നഫ്സക, നബിയെ അങ്ങയുടെ നഫ്സിനെ തളച്ചിടണം. മഅല്ലദീന യദഊന റബ്ബഹും, ഒരു വിഭാഗം അവർ റബ്ബിനെ ആരാധിക്കുന്നവരാണ്. ബിൽ അദാത്തി വൽ അശി, രാവിലെയും വൈകുന്നേരം ആരാധിക്കുന്നവരാണ്. യുരീദൂന വജ്ഹഹു, അള്ളാഹുവിൻ്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ട് മാത്രം, വേറൊന്നുമില്ല, അള്ളാഹിനെ കരുതിയിട്ട് മാത്രം ആരാധിക്കുന്നവരാണ് അവർ. വലാ തഅദു ഐനാക അൻഹും, അതുകൊണ്ട് നിങ്ങളെ കണ്ണ് അവിടെ നിന്ന് അവരിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് തെറ്റിപ്പോകരുത്. അതായത് അവരുടെ അടുത്ത് കൂടാതെ പോകരുതെന്ന്, അവർ കൂടണമെന്ന്.
നിങ്ങൾ അവരുടെ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അവർ നോക്കാതെ പോകരുത്. തുരീദു സീനത്തിൽ ഹയാത്ത് ദുനിയ. അപ്പോൾ നമ്മൾ സാധാരണ അവരെ നോക്കാതെ പോകാൻ എന്ത് കാരണത്തിൻ്റെ പേരിലാണ്? തുരീദു സീനത്തിൽ ഹയാത്ത് ദുനിയ, ദുനിയാവിൻ്റെ ജീനത്ത് ആലോചിച്ചിട്ടാണ്. ദിക്റിൻ്റെ മജ്‌ലിസ് ഇരുന്നാൽ കുറച്ച് പൈസ ഉണ്ടാവണം, കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കാൻ പോട്ടെ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് പോട്ടെ, ഇനി ഇരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞു പോവും ചിലപ്പോൾ, ദുനിയാവിനെ ആഗ്രഹിച്ചിട്ട്. അങ്ങനെ ദുനിയാവിനെ ആഗ്രഹിച്ചിട്ട് ഇവരെ ആക്കരുത്. ഈ ദിക്റിൻ്റെ മജ്‌ലിസ് നിങ്ങൾ ഒഴിവാക്കരുത്. വലാത്തുത. അതുപോലെ തന്നെ പിന്നെ ചിലപ്പോൾ ഈ മജ്‌ലിസ് നിങ്ങൾ ഒഴിവാക്കുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങൾ അനുസരിച്ചു കൊണ്ടായിരിക്കും. ആരെ? മൻ അഫൽന കൽബഹു. അള്ളാഹുവിനെ തൊട്ട് ഗഫലത്തിലായ, അള്ളാഹിനെ തൊട്ട് അശ്രദ്ധരായ ഹൃദയമുള്ള ആളുകളുണ്ടാവും. അവർ അൻദിക്രിന, അള്ളാഹിൻ്റെ ഓർമ്മനെ തൊട്ട് അശ്രദ്ധരായ ആൾക്കാരുണ്ടാവും. അവരെ തൊട്ട് പത്തബ ഹവ. അതുപോലെ തന്നെ അവർ പിന്നെ ദേഹേച്ഛനെ പിന്തുടർന്നവരായിരിക്കും. വക്കാൻ അമ്രുഹു ഫുർത്ത. അവരൊക്കെ നഷ്ടപ്പെട്ടവരും നഷ്ടക്കാരുമാണ്. അപ്പോൾ ദുനിയാവ് കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ മജ്‌ലിസിൽ പങ്കെടുക്കാതിരിക്കല്ലേ. പിന്നെ അള്ളാഹിനെ തൊട്ട് അശ്രദ്ധരായ ദേഹേച്ഛകളെ പിൻപറ്റുന്ന ആളുകളെ പറയുന്നത് കേട്ടിട്ടും നിങ്ങൾ ഇവരെ കൂട്ടത്തിൽ ഇരിക്കാതിരിക്കല്ലേ എന്ന് റസൂലുള്ളാഹിങ്ങളോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ റസൂലുള്ളാഹിങ്ങൾ ആ സദസ്സ് എഴുതാൻ തപ്പി നടക്കുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു തങ്ങളെ കുറച്ച് ആളുകളെ കൂടെ ഇങ്ങനെ ദിക്ർ ചെല്ലുന്നുണ്ട്. ആ ദിക്റിലും സദസ്സാന്ന് മനസ്സിലായി. അമ്മായിന്നഹു. അപ്പോൾ റസൂലുള്ളാഹിങ്ങൾ പറയാണ്, അമ്മായിന്നഹു മാ ജലസ ഇദ്ദത്തുഹും. എത്രത്തോളം ആളുകൾ നിങ്ങളെ കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ലാ ജലസമാഹും ഇദ്ദത്തുഹും മിനൽ മലായിക്ക. നിങ്ങളെ കൂടെ അത്രത്തോളം മലക്കുകളും ഇരിക്കാതിരിക്കൂല. അതായത് ഈ സദസ്സിൽ അബ്ദുല്ലാഹ് ബിൻ റവാഹ സഹാബാക്കളെ കൂടെ ഒരുമിച്ച് കൂട്ടിയ സദസ്സുണ്ടല്ലോ, ആ സദസ്സിൽ എത്രത്തോളം മനുഷ്യന്മാർ ദിക്റിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അത്രത്തോളം മലക്കുകളും അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇൻ സബ്ബഹുല്ലാഹ തആല സബ്ബഹു. അപ്പോൾ നിങ്ങൾ തസ്ബീഹ് ചെല്ലുന്ന സമയത്ത് മലക്കുകളും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. വൻ ഹമിദുല്ലാഹ ഹമിദു. നിങ്ങൾ ഹംദ് ചൊല്ലുമ്പോൾ അവരും ഹംദ് ചൊല്ലുന്നുണ്ട്. വൈൻ കബ്ബറുല്ലാഹ കബ്ബറു. നിങ്ങൾ തക്ബീർ ചൊല്ലുമ്പോൾ അവരും തക്ബീർ ചൊല്ലുന്നുണ്ട്. സുമ്മ യസ്അദൂന ഇലാ റബ്ബി ജല്ല സലാഹു. എന്നിട്ട് അവരുടെ റബ്ബിലേക്ക്, നമ്മുടെയൊക്കെ റബ്ബിലേക്ക് തിരിച്ചു പോവും, മടങ്ങിച്ചെല്ലും. എന്നിട്ടോ വഹുവ ആലമു ബിഹിം. ആ റബ്ബനാകട്ടെ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനത്തെ ആ റബ്ബിലേക്ക് പോയിട്ട് പറയും, ഫയഖൂലൂൻ. അവർ പറയും, യാ റബ്ബന, നമ്മുടെ റബ്ബേ, ഇബാദുക സബ്ബഹൂക ഫസബ്ബഹന. നിന്റെ കുറച്ച് അടിമകൾ അവർ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്, നമ്മളും അവരുടെ കൂടെ തസ്ബീഹ് ചൊല്ലി. വകബ്ബറൂക ഫകബ്ബർന. ആ അടിമകൾ നിനക്ക് തക്ബീർ ചൊല്ലി, നമ്മളും തക്ബീർ ചൊല്ലി. വഹമിദൂക വഹമിദ്ന. അവർ നിങ്ങൾക്ക് ഹംദ് ചെയ്തു, അതുപോലെ നമ്മളും ഹംദ് ചെയ്തു. ഫയഖൂലു റബ്ബുന. അപ്പോൾ റബ്ബുന സുബ്ഹാനഹു തആല പറയും, ഇത് മലായിക്കത്ത് പറയുമ്പോൾ റബ്ബ് അവരോട് പറയും, യാ മലായിക്കത്തി, എൻ്റെ മലക്കുകളെ, ഉഷ്ഹിദുക്കും, നിങ്ങളെ ഞാൻ സാക്ഷിയാക്കിയിട്ടുണ്ട്. അന്നി ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ സാക്ഷിയാണ്. പുറത്തു കൊടുത്തെന്ന് മാത്രമല്ല, പുറത്തു കൊടുത്തതിന് മലായിക്കത്തിനെ സാക്ഷിയാക്കി. ഫയഖൂൽ. അപ്പോൾ മലായിക്കത്ത് പറഞ്ഞു, ഫീഹിം ഫുലാനുൻ അൽ ഹത്താഉ. സംഭവമൊക്കെ ശരിയാണ്, ഒരുപാട് പേര് ദിക്റില്ലെന്നവരും ഇബാദത്ത് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്, നല്ലവരൊക്കെ ഉഷാറൊക്കെ തന്നെയാണ്, നമ്മൾ ഓരോ കൂടെ ദിക്റൊക്കെ ചെയ്യും. പക്ഷേ അതിൽ കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും നല്ലവരൊന്നല്ല, ഭയങ്കര വലിയ പാപികളോ അതിൽ വന്നിരിക്കുന്നുണ്ട്. ഇതൊന്നും വലിയ ആഗ്രഹിക്കാതെ പാപികളായ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഫിഹിം ഫുലാനുൻ ഹുത്താഉൻ. വളരെ മോശപ്പെട്ട തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനും അവിടെ ഉണ്ട്. ഫയഖൂൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഹുമുൽ ഖൗമു ലാ യഷ്കാ ബിഹിം ജലീസുഹും. ഹുമുൽ ഖൗം, അവരൊരു വിഭാഗമാണ്. അള്ളാഹിൻ്റെ ദിക്റിന്, അള്ളാഹിനെ തേടി മാത്രം ദിക്റില്ലുന്ന ആൾക്കാരല്ലേ, അവരൊരു വിഭാഗമാണ്. ലാ യഷ്കാ ബിഹിം ജലീസുഹും. അവരെ കൂടെ ഇരിക്കുന്നവരാരും ദുരിതത്തിലാവൂല, ദുഃഖത്തിലാവൂല, നഷ്ടത്തിലാവൂല, അവർക്കും അതേപോലെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വദീഫ ചൊല്ലുമ്പോൾ, ഹൈലൽ ചൊല്ലുമ്പോൾ, ദിക്ർ ചൊല്ലുമ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്ന, അള്ളാഹിൻ്റെ വജ്ഹിന് വേണ്ടി ഒരുമിച്ച് കൂടണം. ദിക്റല്ല, ആ ഇരുന്ന് എണീക്കുമ്പോഴത്തേക്ക് അള്ളാഹു നമ്മളെല്ലാ പാപങ്ങളും പുറത്തു തരും. നമ്മളിനി കാര്യമായിട്ട് ഏറ്റവും വലിയ തെറ്റ് ചെയ്ത് വന്നിരിക്കുന്നവരാണെങ്കിൽ പോലും അള്ളാഹു പുറത്തു തരും, നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും. ആ കൂട്ടത്തിൽ ഇരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ. കാരണം ആ ഖൗമുൻ ലാ യഷ്കാ ബിഹിം ജലീസുഹും, അതൊരു വിഭാഗം ആളുകളാണ്, അവരെ കൂടെ ഇരുന്നവരാരും നഷ്ടത്തിലാവില്ല,
മറ്റൊരു ഹദീസ് അൻ അബീ ദർദ റളിയല്ലാഹു അൻഹു, അബീ ദർദ റളിയല്ലാഹു അൻഹു തങ്ങൾ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ല യബ്അസന്ന അല്ലാഹു അഖ്വാമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. യൗമുൽ ഖിയാമത്ത് നാളിൽ. ഫി വുജൂഹിഹിം നൂർ, അവരുടെ മുഖത്ത് ഇങ്ങനെ പ്രകാശം ഉണ്ടാവും. അലാ മനാബിറുൽ ഉല, അവർ മുത്തിൻ്റെ മിമ്പറിൽ കയറിയിരിക്കുന്നവരായിരിക്കും. യഅബിതുഹുമുന്നാസ്, ജനങ്ങൾ അവരുടെ അവസ്ഥകൾ കൊതിച്ചു പോകും. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളെ നാളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. ലൈസൂ ബിൽ അംബിയാ വലാ ശുഹദാ, അവർ അമ്പിയാക്കന്മാരിൽപ്പെട്ടവരോ ശുഹദാക്കൾപ്പെട്ടവരോ ഒന്നുമല്ല. അമ്പിയാക്കന്മാരും അല്ല, ശുഹദാക്കളും അല്ല. അപ്പോൾ പിന്നെ ഇത്രയും വലിയ സ്ഥാനമുള്ളവരാരാ? ഖാല, അപ്പോൾ അബൂ ദർദ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഫജസ അഅറാബിയു അലാ റഖബതി, അപ്പോൾ ഒരു അറാബി മുട്ടിൽ നിന്നുകൊണ്ട് ചോദിച്ചു, ഫഖാല യാ റസൂലല്ലാഹ് ഹില്ലഹും ലനാ നഅരിഫുഹും, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് നമുക്ക് അവരെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് തന്നാലും, നമുക്ക് അവരെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരാണ് ആ വിഭാഗം? ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹും മുതഹാബൂന ഫില്ലാ, അവർ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ്. സ്നേഹിച്ചു എന്ന് മാത്രമല്ല, മിൻ ഖബാഇലി ശത്ത, അവർ വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്ന് വന്നവരാണ്. ബിലാദുൻ ശത്ത, വ്യത്യസ്ത നാടുകളിൽ നിന്ന് വന്നവരാണ്. എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവരാണ്. യജ്തമിഊന അലാ ദിക്രില്ലാ, എന്നിട്ട് അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്. യദ്കുറൂന, എന്നിട്ട് അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലിയവരുമാണ്. അപ്പോൾ നമുക്കൊക്കെ എത്ര സന്തോഷിക്കാൻ പറ്റും. നമുക്കൊക്കെ ഇസ്തിഖാമത്ത് ഉണ്ടെങ്കിൽ. നമ്മൾ ഓരോരുത്തരും എല്ലാവരും ഒരേ നാട്ടുകാരെന്നല്ലല്ലോ. നമ്മളെല്ലാവരും പരസ്പരം അള്ളാഹു നമ്മളെ സ്വീകരിക്കുകയാണെങ്കിൽ പല നാടുകളിൽ നിന്ന് വന്നവരാണ്. ഈ പല നാടുകളിൽ വന്നവർ, പല കുടുംബങ്ങളിൽ നിന്ന് വന്നവർ ഇങ്ങനെ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അള്ളാഹിനെ ഓർത്തുകൊണ്ടിരിക്കുക. അള്ളാഹിനെ, റസൂലുള്ളാഹികളെ, മശായിഖന്മാരെ, ദീനിനെ, ത്വരീഖത്തിനെ, അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. അതിൻ്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നു, ദിക്റല്ലെന്നും മൗലൂദല്ലെന്നും ഇതൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട്. നാളെ അമ്പിയാക്കന്മാരും ശുഹദാക്കളും അല്ലാത്തൊരു വിഭാഗം ആളുകൾക്ക് മുഖം ഇങ്ങനെ പ്രകാശിച്ചിട്ട് മുത്തിൻ്റെ മിമ്പറിലെ മുകളിൽ ഇങ്ങനെ കയറ്റിയിരുത്തപ്പെടുന്ന വിഭാഗത്തിൽ ചിലപ്പോൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തിയേക്കാം. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള തൗഫീഖ് നൽകട്ടെ, ഇതിൽ ഇസ്തിഖാമത്ത് നൽകട്ടെ. അതുപോലെ അംറു ബിൻ അബസ റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. യഖൂൽ, അവിടുന്ന് പറഞ്ഞു, അൻ യമീനിർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ വലത് ഭാഗത്തുണ്ട്. വഖുൽത യദൈഹി യമീൻ, അള്ളാഹിൻ്റെ രണ്ട് കൈയും വലത് കൈയാണ്. അത് അള്ളാഹിൻ്റെ രണ്ട് കൈയും വലത് കൈയാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ജമാലും ജലാലും ശരിക്കും ജമാൽ തന്നെയാണ്. അള്ളാഹിൻ്റെ രണ്ട് കൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹിൻ്റെ ജമാലും ജലാലുമാണ്. അള്ളാഹിൻ്റെ ജലാലും യഥാർത്ഥത്തിൽ ജമാൽ തന്നെയാണ്. ജമാലിൻ്റെ ഒരു വകഭേദമാണ് ജലാൽ. അപ്പോൾ അള്ളാഹിൻ്റെ വലത് ഭാഗത്തുണ്ടാവും റിജാലുൻ ലൈസൂ ബി അംബിയാ വലാ ശുഹദാ, അവർ മനുഷ്യന്മാരാണ്, അവർ അമ്പിയാക്കന്മാരും ആവില്ല, ശുഹദാക്കളും ആവില്ല. യഅശ ബയാദു വുജൂഹിഹിം, അവരുടെ മുഖം ഇങ്ങനെ പ്രകാശം കൊണ്ട് ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ടാവും. നദറുൻ നാദിരീൻ, നോക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ മനസ്സിലാവും, പ്രകാശിക്കുന്ന കൂടെയുള്ള ആളുകളായിരിക്കും അവർ. യഅബിതൂന നബിയ്യൂന വശുഹദാ ബിമഖാദിഹിം, നബിമാരും ശുഹദാക്കളും വരെ അവരുടെ മക്കാം ആഗ്രഹിച്ചു പോകും. അത്രത്തോളം ഉന്നതമായ മക്കാമിലായിരിക്കും അവർ. വഖുർബിഹിം മിനല്ലാഹി അസ്സ വജൽ, അതുപോലെ അള്ളാഹുവിനോടുള്ള അവരുടെ സാമീപ്യവും മറ്റുള്ളവർ കൊതിച്ചു പോകും. വഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു, യാ റസൂലുള്ളാഹ് മൻഹും, അള്ളാഹിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണവർ? ഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഹും ജുമ്മാഉൻ, അവരൊരു കൂട്ടരാണ്. മിൻ നവാസിമിൽ ഖബായിൽ, അവർ വ്യത്യസ്തമായ ഗോത്രങ്ങളിൽ നിന്ന് വരുന്നവരാണ്. യജ്തമിഊന അലാ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടി അവർ ഒരുമിച്ച് കൂടും. ഫയൻതഖൂന അത്യാബിൽ കലാം, അതുപോലെ തന്നെ അവർ തിരഞ്ഞെടുക്കും ഏറ്റവും നല്ല സംസാരങ്ങളെ. കമായൻ തഖി ആഖിലു തമരി അതായിബഹു, ഏതുപോലെ എന്ന് പറഞ്ഞാൽ
ഒരു ഈത്തപ്പഴം കഴിക്കുന്ന ആൾ അതിൽ ഏറ്റവും നല്ല ഈത്തപ്പഴത്തിനെ തിരഞ്ഞെടുക്കുന്ന പോലെ അവർ തിരഞ്ഞെടുക്കും. ഞാനിതിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ മശായിഖന്മാരുടെ ഒക്കെ കസീദകൾ ചൊല്ലുന്നത്, നമുക്ക് അള്ളാഹുവിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചൊക്കെ വർണ്ണിക്കാൻ നമ്മളെ വാക്കുകൾ ഉണ്ടായിട്ട് നമ്മളത് തിരഞ്ഞെടുക്കുന്നില്ലല്ലോ. നമ്മൾ മശായിഖന്മാരുടെ വാക്കുകളെല്ലാം എടുക്കുന്നത്. കാരണം അത് ഏറ്റവും ഭംഗിയുള്ള വാക്കുകളും ഏറ്റവും നല്ല വാക്കുകളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ ചൊല്ലുന്നത് പറയുന്നതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും നല്ല വാക്കുകൾ. ആ തിരഞ്ഞെടുപ്പ് അതിനെക്കുറിച്ച് തന്നെയാണ് റസൂലുള്ളാഹികളും പറഞ്ഞത്. അവർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവർ തിരഞ്ഞെടുക്കും ഏറ്റവും നല്ല വാക്കുകൾ. അപ്പോൾ നമ്മൾ കുറേ മദ്ഹ് പറയുന്നതിന് പകരം നമ്മൾ മശായിഖന്മാർ പറഞ്ഞ മദ്ഹിനെ നമ്മൾ തിരഞ്ഞെടുക്കും. എന്നിട്ട് അത് പാടും, അത് പറയും. നമ്മൾ മശായിഖന്മാർ പറഞ്ഞ കാര്യങ്ങൾ എടുക്കും, അത് പറയും. നമ്മൾ പറയുമ്പോൾ കുറേ ന്യൂനതകൾ ഉണ്ടാവില്ല, ഏറ്റവും നല്ലതാവില്ല. ഒരു പറഞ്ഞത് പറയുമ്പോൾ പ്രശ്നമില്ല, ഏറ്റവും നല്ലതാവും. അപ്പോൾ അതിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കും. അവർ വ്യത്യസ്ത നാടുകളിൽ നിന്ന് വരുന്നവരായിരിക്കും, ഒരേ നാട്ടുകാരല്ല. നമ്മളൊക്കെ ഓരോ നാട്ടുകാരാണോ? അല്ലല്ലോ, വ്യത്യസ്ത നാട്ടുകളിൽ നിന്ന് വരുന്നവരായിരിക്കും. എന്നിട്ട് അവർ അള്ളാഹിൻ്റെ ദിക്റും ചൊല്ലും. അതോടൊപ്പം അതിലവർ തിരഞ്ഞെടുക്കുന്ന വാക്കുകളൊക്കെ ഏറ്റവും നല്ലതായിരിക്കും. എന്നിട്ട് അവർ ഈത്തപ്പഴത്തിനെ തിരഞ്ഞെടുക്കുന്ന പോലെ അവർ തിരഞ്ഞെടുക്കും. അള്ളാഹു നമ്മളെ ഈ ഭാഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വല്ലദീന യഖുഫു ഖുല്ലിയതിഹിം, ആ ഒരു വിഭാഗം എന്താണ്? അവരെ മുഴുവൻ പരിമിതിപ്പെടുത്തുന്നവനാണ്. അമ്മാ സിവല്ലാഹു താല ദിക്റൻ, അല്ലല്ലാത്ത എല്ലാത്തിനും ഒഴിവാക്കുക. സ്മരണയിൽ അള്ളാഹിനെ മാത്രമേ അവർ ഓർക്കുള്ളൂ, വേറെ ഒന്നും അവർ ഓർമ്മ ഉണ്ടാവില്ല. ദിക്റിൻ്റെ വിഷയത്തിൽ അള്ളാഹ് മാത്രം, ആ ഒരു അവസ്ഥയായിരിക്കും അവരുണ്ടാവുക. വലാ തസ്തർസിലു അജ്സാഉഹും, അവരുടെ അവയവങ്ങൾ, അവരുടെ ഭാഗങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോവില്ല. വലാ തനശതു, അത് ഉത്തേജിപ്പിക്കപ്പെടുകയില്ല. ഇല്ലാ ഫി ദിക്രില്ലാഹി തആല, അവർ എന്തൊക്കെ ചലനം അവർ ശാരീരികമായ അവയവങ്ങൾ കൊണ്ട് ചലിക്കുന്നുവോ, എന്തൊക്കെ വിഷയത്തിൽ ഉത്തേജിപ്പിക്കപ്പെടുന്നുവോ അതൊക്കെ അള്ളാഹിൻ്റെ ദിക്റായിരിക്കും. നമുക്ക് ഉത്സാഹം വരുന്ന കാര്യങ്ങൾ ദിക്റാവുമ്പോൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇൽമു പഠിക്കുന്നതിന് ആഗ്രഹം വരുന്നു, ദിക്ർ ചൊല്ലുന്ന ആഗ്രഹം വരുന്നു, അത് പഠിക്കുന്നതിനും ആഗ്രഹം വരുന്നു, നമ്മൾ മജ്ലിസിൽ പങ്കെടുക്കുന്നതിന് ആഗ്രഹം വരുന്നു. അതൊന്നും ഒഴിവാക്കുന്നത് നമുക്ക് ഭയങ്കര പ്രയാസമുള്ളതായി തോന്നുന്നു. അങ്ങനെയാണ്, ആ വിഭാഗമാണ് ഇവർ. എന്നാൽ നമുക്കിതൊന്നും ആഗ്രഹം വരുന്നില്ല എന്ന് കരുതുക. നമുക്കതൊക്കെ ഒരു നീരസാണ് ഉണ്ടാവുന്നത്. എന്തിനാ അത് വേണ്ട, അങ്ങനെ അത് ബുദ്ധിമുട്ടല്ല, ആ സമയത്ത് കിടന്നുറങ്ങുക, ആ സമയത്ത് വെറുതെ മൊബൈൽ കളിച്ചിരിക്കുക, അങ്ങോട്ട് പോകണ്ട എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? എങ്കിലും നമ്മൾ ആ കൂട്ടത്തിൽപ്പെട്ടവരല്ല. ഈ കൂട്ട ആളുകളുടെ അവസ്ഥ, അവരെല്ലാം അള്ളാഹുവിൻ്റെ ദിക്റിന് കൊടുത്തവരാണ്. അവർ എന്തെങ്കിലും വിഷയത്തിന് മുന്നിട്ടിറങ്ങുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ ദിക്റിന് വേണ്ടി മാത്രമേ മുന്നിട്ടിറങ്ങുള്ളൂ. അവർ ഏതെങ്കിലും വിഷയത്തിൽ ഉത്സാഹിക്കുന്നുണ്ടെങ്കിൽ ആ ഉത്സാഹിക്കുന്ന അള്ളാഹിൻ്റെ ദിക്റിന് വേണ്ടി മാത്രമേ ഉത്സാഹിക്കുള്ളൂ, വേറൊന്നും അവർ ഉത്സാഹം ഉണ്ടാവില്ല. യഖ്താറൂന മിൻ കലാമിൽ അതാഇബഹു, അവരിങ്ങനെ അവരുടെ സംസാരത്തിൽ ഏറ്റവും ഭംഗിയുള്ളത് തിരഞ്ഞെടുക്കും. വമിൻ അമാലി സവാലിഹു, അതുപോലെ തന്നെ അവരുടെ അമലുകളിൽ ഏറ്റവും സ്വാലിഹായ അമലുകൾ തിരഞ്ഞെടുക്കും. വമിനൽ അഖ്ലാഖി മഹാസിനഹു വ ഫളായിലുഹു, അതുപോലെ തന്നെ അവരുടെ സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ലതും ഉന്നതവുമായ സ്വഭാവങ്ങൾ അവർ തിരഞ്ഞെടുക്കും. ഫഹഉലാഹി ഹും അഹ്ലുൽ അഖൽ വൽ മറുഅ, ഇവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള സൽസ്വഭാവികളായ മറുവത്തിൻ്റെ മനുഷ്യന്മാർ. യഅതമിലൂന ബിന്നാഫി വൽ അൻഫ, അവർ ഏറ്റവും ഉപകാരപ്രദവും അതിനേക്കാൾ ഉപകാരപ്രദമായ ഒന്നുമില്ല എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. യഅതമിറൂന ബിജമീലിൻ വൽ അജ്മൽ, അതുപോലെ തന്നെ അവർ സ്വീകരിക്കുന്ന കാര്യങ്ങളും ഏറ്റവും ഭംഗിയുള്ളതും അതിനേക്കാൾ ഭംഗിയുള്ളതായിട്ടൊന്നും ഉണ്ടാവില്ല എന്ന അവസ്ഥയിലുള്ള കാര്യങ്ങളായിരിക്കും. ഇലൈഹിം, അതുകൊണ്ട് തന്നെ അയ്യുഹ സാലിഖ്, ആത്മീയമായ യാത്ര ചെയ്യുന്നവനെ, ലമ്മു നഫ്സക്, നിൻ്റെ നഫ്സിനെ നീ തളച്ചിടണം, നഫ്സിനെ നീ ബന്ധപ്പെടുത്തണം. സവാ അൻ കാനൂ മിനൽ അഖാരിബി ഔ ഫി അജാനിബ്, അടുത്തുള്ള ആളായാലും ശരി ദൂരമുള്ള ആളായാലും ശരി, നീ നിൻ്റെ നഫ്സിനെ ബന്ധപ്പെടുത്തണം. സാഹിബുഹും വലാസിമുഹും, ഇങ്ങനത്തെ ഒരാളുമായിട്ട്, ഇങ്ങനത്തെ മറുവത്തിൻ്റെ ആളുകളുമായി നിങ്ങൾ നഫ്സിനെ ബന്ധപ്പെടുത്തണം. സാഹിബുഹും, അവരെ നിങ്ങൾ അവരോട് കൂടെ സഹവസിക്കണം. വലാസിമുഹും, അവരെ കൂടെ നിങ്ങൾ ബന്ധപ്പെടണം. ഇന്നൽ മറു അലാ ദീനി ഖലീലിഹി, കാരണം ഒരു മനുഷ്യൻ അവൻ്റെ സുഹൃത്തിൻ്റെ ദീനിലായിരിക്കും. ഇൻ സാലിഹൻ ഫസാലിഹ്,
അവൻ നന്നായാൽ ഇവനും നന്നാവും. വൈൻ ത്വാലിഹൻ ഫത്വാലിഹ്, അവൻ കേടുന്ന ഇവനും കേടുന്നു. ഫിക്റത്തുൻ നബ്ബഹ ഇലൈഹ, ഈ ഒരു കാര്യത്തെ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇമാമുൻ നാദിം റഹിമഹുല്ലാഹ് ബിഖൗലിഹി, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അടുത്ത വരി പറഞ്ഞത്, വൽമർഉ ഫീ ദീനി കരീനിഹിൽ ഹമീം ഇൻ സാലിഹൻ ഫസാലിഹ് വ ഇൻ ബഹീം. വൽമർഉ, ഒരു മനുഷ്യനാണ്, ഫീ ദീനി കരീനിഹിൽ ഹമീം, അവൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തിൻ്റെ ദീനിലാണ്. ഇൻ സാലിഹൻ, അവൻ നന്നായാൽ, ഫസാലിഹ്, ഇവൻ നന്നാവും. വ ഇൻ ബഹീം, അവൻ മികതുല്യനായാൽ ഇവൻ മികതുല്യനാവും. അൽ ഹമീം, ഇനിയിപ്പോൾ നമ്മൾ പറയും ഹമീം എന്ന് പറയുന്ന, അൽ കരീനുൽ ഹമീം എന്ന് പറഞ്ഞല്ലോ, ഉറ്റ സുഹൃത്ത്, വെറും സുഹൃത്തല്ല, ഏറ്റവും അടുത്ത ചങ്ക് എന്ന് പറയുന്നുണ്ടല്ലോ. ആ ചങ്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? ഉറ്റ സുഹൃത്ത്. മിനൽ ഖുറാന, സുഹൃത്തുക്കൾ വെച്ച് ചങ്ക് എന്ന് പറഞ്ഞ ആളാരാ ശരിക്ക്? ഹുവല്ലദീ യുവദ്ദുഹുൽ ഇൻസാൻ, ഒരു മനുഷ്യൻ ഭയങ്കരമായി സ്നേഹിക്കുന്നവനാണ് അദ്ദേഹത്തെ. വയഹ്തമ്മുൽ അംരിഹിൽ ഇഹ്തിമാമൻ കബീറൻ, അവരുടെ വിഷയത്തിൽ ഭയങ്കര വേവലാതിപ്പെടുന്നവരും ശ്രദ്ധിക്കുന്നവരുമാണ്. ഏറ്റവും വലിയ ശ്രദ്ധ. അപ്പം നമ്മൾ ഉറ്റ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവരെ കാര്യം നമ്മൾ ഭയങ്കരമായി ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മൾ ശരിക്കും അവരോട് ഭയങ്കര ഇഷ്ടം വെക്കുന്നുണ്ടാവും. അതോടൊപ്പം അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഭയങ്കര തീവ്രമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവർക്ക് സുഖം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും, അവർക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ ദുഃഖിക്കും, അവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കിട്ടണം നമ്മൾ ആഗ്രഹിക്കും. അവരോട് എപ്പോഴും നമ്മൾ ആ ബന്ധത്തിലായി നിലനിൽക്കും. അങ്ങനെയാണ് ഉറ്റ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ. വൽ ബഹീമു മിൻഹും, ഇനി ആ ഉറ്റ സുഹൃത്തുക്കൾപ്പെട്ട ആളുകൾ മൃഗതുല്യരാണെങ്കിൽ, വല്ലദീ ലാ ഹൈറ ഫീ, ആ ആളുകളിൽ ഒരു ഹൈറും ഇല്ല. ഇന്നഹു ലാ യുഖാലു ഇല്ലാ ഷർറൻ, കാരണം അവർ സംസാരിക്കുകയാണെങ്കിൽ മോശം കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ. വലാ യഅമലു ഇല്ലാ സൂഅൻ, അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ മോശം കാര്യങ്ങൾ മാത്രമേ പ്രവർത്തിക്കൂ. ഇന്നഹു കല്ലൈൽ, അവരുടെ ഉദാഹരണം ഒരു രാത്രിയെ പോലാണ്. യഖൂലു ഫീഹിൽ അറബ്, അറബികൾ പറയാറുണ്ട്, ലൈലുൻ ബഹീം, കൂരിട്ടുള്ള രാത്രി എന്ന് പറയാറുണ്ട്. വലൈലുൻ ലാ ദൗ ഫീ, അതിൽ ഒരു പ്രകാശവും ഇല്ലാത്തൊരു രാത്രിയാണത്. വഖ്തുൻ മുഖീഫുൻ മുർഇബുൻ, അവിടെ നിങ്ങൾ ആ ഒരു തീരെ പ്രകാശമില്ലാതെ ഇരുട്ടുള്ള ഒരു രാത്രി, ആ രാത്രി നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ നിങ്ങൾക്ക് പേടി വരും, നിങ്ങൾ അതുകൊണ്ട് പേടിച്ച് വിറയ്ക്കും. യതഹദ്ദറു മിൻഹു തബഇൽ ഇൻസാൻ, മനുഷ്യൻ്റെ പ്രകൃതം തന്നെ അതിനെ സൂക്ഷിക്കുന്നൊരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതായത് അങ്ങനത്തെ ഒരു ദിവസത്തിൽ, ഈ ഇരുട്ടുള്ള ആരും ഇല്ലാത്തൊരു ദിവസം നമുക്ക് പേടി വരുമല്ലോ, അത് മനുഷ്യൻ്റെ പ്രകൃതമാണ് അങ്ങനെ. അപ്പം കദാലിക്ക, അതുപോലെ തന്നെയാണ്, കുൻ അയ്യുഹ സാലിക്, അല്ലയോ ആത്മീയമായ യാത്ര ചെയ്യുന്നവനെ, മുഹദ്ദിറൻ മുതഹയ്യിബൻ, നീ നന്നായിട്ട് സൂക്ഷിക്കണം, മുൻകരുതലെടുക്കണം. മിനിത്തിഹാദൽ ഇൻസാനി, ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലദീ ഫീഹി സിഫാത്തുൽ ബഹീമ, മൃഗതുല്യമായ സ്വഭാവത്തിനുടമയായ ഒരു മനുഷ്യനെ നീ കൂട്ടുകാരനാക്കുന്നത് നീ നന്നായി ശ്രദ്ധിക്കണം. ഹമീമൻ, നിൻ്റെ ഉറ്റ കൂട്ടുകാരനാക്കൽ. ദാലിക അന്നൽ മർഉ, കാരണം മനുഷ്യൻ യദുന്നു ബിഹി മിസ്ലമാ യദുന്നു ബി കരീനിഹി, അവൻ്റെ സുഹൃത്ത് എങ്ങനെയാണോ അതുപോലെയാണ് എന്ന് അവനെപ്പറ്റിയും കരുതപ്പെടും. ഇൻ കാന കരീനു സാലിഹൻ, അവൻ്റെ സുഹൃത്ത് നന്നായവനാണെങ്കിൽ, വഹുവ സാലിഹുൻ, ഇവൻ നന്നാവും. ഒബിഹുക്കുമത്ത് തജ്രിബത്തുൽ ആലിബ, അതാണ് പൊതുവിൽ എല്ലാവരും കരുതപ്പെടുന്ന ഒരു കാര്യം. സുഹൃത്ത് നന്നായാലും ഇവനും നന്നാവും, മോശമായ ഇവനും മോശമാവും. വൈൻകാന ബഹീമൻ, ഇവൻ ആ സുഹൃത്ത് മികതുല്യനാണെങ്കിൽ, ഫാഖിദൽ ഖൈർ, എല്ലാ നന്മയിൽ തൊട്ടും ഒഴിവായവനാണെങ്കിൽ, വസ്വാലിഹാത്ത്, അതുപോലെ സൽക്കർമ്മങ്ങൾ തൊട്ടും ഒഴിവായവനാണെങ്കിൽ, ഫഹുവ ബഹീമുൻ കദാലിക്, അതുപോലെ തന്നെ ഇവനും ഏറ്റവും മോശപ്പെട്ട ഒരു മികതുല്യനായി മാറും. വലൈസത്ത് അറാ അന്നത്തഈഷു സഈദൻ മിൻ ഹാലി യദുന്നു ഫീക നാസു ശർറൻ, അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്നത്, ഈ ലേഖകൻ പറയണം, ഏതെങ്കിലും ഒരു മോശപ്പെട്ട സുഹൃത്തുമായിട്ടാണ് നിങ്ങൾ കൂടുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല. വഹാദ ഖുലാസൽ ഖൗലു ഫീ ഹാദിഹിൽ മസ്അല, ഈ വിഷയത്തിലുള്ള ചുരുക്കി പറയൽ ഇതാണ്. അന്ന അലം അന്നൽ ഇൻസാന ബിതബഇയതി ശരീഉ ഇൻഖിയാദി ഇല്ലദീന യസ്ഹബു, കാരണം മനുഷ്യൻ അവൻ്റെ സ്വഭാവത്തിനനുസരിച്ച്, അവൻ്റെ നാച്ചുറലി പൊതുവെയുള്ള സ്വഭാവമാണ്
അവൻ ആരെ കൂടാണോ കൂടുന്നത് ആ കൂടുന്ന ആളെ സ്വഭാവം പെട്ടെന്ന് സ്വീകരിക്കും എന്നുള്ളത്. ആരെ കൂടാണ് അവൻ സഹവസിക്കുന്നത് ആ സഹവസിക്കുന്ന ആളുടെ സ്വഭാവം അവന് പെട്ടെന്ന് അവന് ആർജിച്ചെടുക്കും എന്നുള്ളത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇതിൽ മറഉമാമൻ അഹബ്ബ, കാരണം മനുഷ്യൻ അവൻ സ്നേഹിക്കുന്ന ആളെ കൂടെയാണ്. ഫഅലൈക അയ്യുഹ സാലിഖ്, അതുകൊണ്ട് എൻ്റെ സാലിക്കായ ആത്മീയമായ സഞ്ചാരം നടത്തുന്ന സുഹൃത്തെ, അൻ തൻതഖയ്യു മൻ തസ്ഹബ്, നീ നന്നായിട്ട് തിരഞ്ഞെടുക്കുക. ആരെയാണോ നീ സഹവസിക്കാൻ ഉദ്ദേശിക്കുന്നത് അവനെ നീ നന്നായിട്ട് തിരഞ്ഞെടുക്കുക. ഫൈന സ്വാലിഹ മിനൽ ഖുർആന, നിൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് പിന്നെ ഉള്ള ആൾ സ്വാലിഹാണെങ്കിൽ യുഹബ്ബിബുക ഇലന്നാസ്, ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. നല്ല മനുഷ്യന്മാരായിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സുഹൃത്തുക്കൾ നല്ല സ്വാലിഹീങ്ങളാണെങ്കിൽ സ്വാലിഹീങ്ങൾ നമ്മളെ സ്നേഹിക്കും. ഫീഹീൻ, അതായത് നമ്മളെ സുഹൃത്തുക്കൾ നല്ലവരാണെങ്കിൽ ആ നല്ലൊരു കാരണമായിട്ട് സ്വാലിഹീങ്ങൾ നമ്മൾ സ്നേഹിക്കും. മോശപ്പെട്ടവരാണെങ്കിലോ യുബഗീദുക അൽ ബഹീമു ഇലൈഹിം, ഈ സ്വാലിഹീങ്ങളായ ജനങ്ങളൊക്കെ നമ്മൾ വെറുക്കുകയും ചെയ്യും. അസ്വഉൽ അഖ്ബഹ മിൻ ഹദ, അതിൽ തന്നെ ഏറ്റവും മോശപ്പെട്ടൊരവസ്ഥ, അതായത് മോശപ്പെട്ട ആളുകളോട് സഹവസിച്ചാൽ നല്ല ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതിനേക്കാളൊക്കെ മോശപ്പെട്ടൊരവസ്ഥ എന്താ? മോശപ്പെട്ട ആളോട് സഹവസിച്ചാൽ അന്നഹു യുൻസീക ദിക്റുല്ലാഹ്, ആ മോശപ്പെട്ട ആൾക്കാർ നമ്മൾ അള്ളാഹിൻ്റെ ഓർമ്മനെ തൊട്ട് മറപ്പിച്ച് കളയും. നമ്മൾ ഓരോ കൂടാണ് നടക്കണമെങ്കിൽ അള്ളാഹിനെ ഓർക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. നമ്മളിപ്പോഴും ഓർക്കുന്നത് എന്തായിരിക്കും? നമ്മൾ ദുനിയാവായിരിക്കും, നമ്മളെ ആവശ്യങ്ങളായിരിക്കും. അങ്ങനെ ആയിക്കൂടെ, എങ്ങനെ ആയിക്കൂടെ, അത് വേണ്ട, ഇത് വേണം, അത് വേണം, തെറ്റ് ചെയ്യണ്ടേ, ഇതെന്തൊക്കെ എങ്ങനെ മറ്റുള്ളവരെ കുറവ്, ഇതുപോലുള്ള സാധനങ്ങളായിരിക്കും നമുക്ക് ഓർമ്മിപ്പിച്ച് തരിക. അള്ളാഹിൻ്റെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ മോശപ്പെട്ട സഹവാസത്തിലായാൽ നമുക്ക് അള്ളാഹിൻ്റെ ദിക്റ് മറന്നു പോകും. ഫീ സിർരി വല്ലലാനിയ, രഹസ്യമായും പരസ്യമായും ഒന്നും അള്ളാഹിൻ്റെ ദിക്റ് നമ്മൾ പിന്നെ ചൊല്ലൂല. വയോക്കയോക്ക ഫീ ഖാദൂറാത്ത്, ഈ മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ കൊണ്ട് നമ്മൾ അതുകൊണ്ട് മോശപ്പെട്ട മ്ലേച്ഛമായ കാര്യങ്ങളിലേക്ക് അകപ്പെട്ടു പോകും. വൈക്സാറു മിനൽ ഫുഹ്ഷി ഫിൽ കലാം, നമ്മളെ സംസാരങ്ങളൊക്കെ വളരെ വൃത്തിയില്ലാത്ത സംസാരങ്ങളായിത്തീരും. എപ്പോഴും നല്ല വാക്കുകൾ നമ്മൾ സംസാരത്തിന് വരില്ല. തെറികളും മോശം സംസാരങ്ങളും കളിയാക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു പോകും. ഒമിൻ ഇർത്തിഖാബുൽ മആസി, അതുപോലെ തന്നെ നമ്മൾ തെറ്റുകളിൽ അകപ്പെടുകയും ചെയ്യും. ബിദൂനൽ ഹിഷ്മത്തിൻ വലാ ഹജ്ലിൻ വലാ ഇഹ്റാജിൻ, ഒരു കൂസലും ഇല്ലാതെ, ഒരു നാണവും മാനവും ഇല്ലാതെ തെറ്റുകൾ ചെയ്യുന്നത് നമ്മൾ തുടരും. എന്തുകൊണ്ട്? നമ്മളെ കൂട്ടുകാരൻ അങ്ങനെ ആയതുകൊണ്ട്. കാരണം അവനെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കും ആ വിഷയത്തിൽ. അപ്പോൾ പിന്നെ നമുക്ക് നാണവും മാനവും ഒന്നും ഉണ്ടാവില്ല ആ വിഷയത്തിൽ. അമ്മ സ്വാലിഹ്, ഇനി നിൻ്റെ കൂട്ടുകാരൻ നല്ലവനാണെങ്കിൽ ഫയുജറുക ഹാലുഹു, അദ്ദേഹത്തിൻ്റെ ഹാലും വമക്കാലുഹു, സംസാരവും അമലുഹു, അവൻ്റെ പ്രവർത്തനങ്ങളും യുജിറുക, നിങ്ങളെ വലിച്ചു കൊണ്ടുപോകും. ഇലാ ദിക്രില്ലാഹി തബാറക വതആല, അള്ളാഹിൻ്റെ ദിക്റിലേക്ക്, അള്ളാഹിനെ ഓർക്കുന്നതിലേക്ക്. നിൻ്റെ കൂട്ടുകാരൻ നല്ല ആളാണെങ്കിൽ അവന് അള്ളാഹിൻ്റെ ഓർക്കലേക്ക് നിങ്ങളിങ്ങനെ വലിച്ചു കൊണ്ടുപോകും. നിങ്ങൾ അവൻ്റെ ഹാല് കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ നിന്നെ അള്ളാഹിലേക്ക് വലിച്ചു കൊണ്ടുപോകും. വൈലാനുഹൂലിൻ ഇലാ മുദാവമത്തിൽ ആമാൽ, അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും അവർ ഉണർത്തിക്കൊണ്ടിരിക്കും. മുദാവമത്തിൽ ആമാൽ, നിരന്തരം അമലുകൾ ചെയ്യുന്നതിന് തൊട്ട്. അതായത് ഈ അമലുകൾ 2 ദിവസം ചെയ്ത് നിർത്തല്ല പരിപാടിയല്ല, സ്ഥിരമായി ചെയ്യും എന്ന് ആ ഇസ്തിഖാമത്ത് കൊണ്ടുവരാൻ അവരെപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. തുസ്കല്ലലക്കൽ മീസാൻ യൗമൻ തൻഷുറു സുഹഫ, ആ എന്തിനാ അങ്ങനെ സ്ഥിരമായി അമൽ ചെയ്യുന്നത്? ആ അമൽ കാരണമായി നാളെ പരലോകത്ത് നിങ്ങളുടെ തുലാസിൻ്റെ കനം കൂടും. എപ്പോൾ? നിങ്ങളുടെ അമലുകളൊക്കെ വെളിവാക്കപ്പെടുന്ന ഒരു ദിവസം. വതബ്റുജുൽ ജഹീമു ബിമാ ഫീഹി മിനൽ മആസി വൽ മഹാവിഫ, അതുപോലെ ശിക്ഷയും അതുപോലുള്ള കാര്യങ്ങളും വെളിവാക്കിക്കൊണ്ട് നരകം വെളിവാക്കപ്പെടുമ്പോഴും വതസുലുഫുൽ ജന്നത ബിമാ ഹൗതു മിനൻ നിഅമി ലാ തഉദ്ദു വലാ തഹ്സ, ഒരറ്റവുമില്ലാത്ത നന്മകൾ കൊണ്ട്, സൗകര്യങ്ങൾ കൊണ്ട്, സുഖങ്ങൾ കൊണ്ട് സ്വർഗം വെളിവാക്കപ്പെടുമ്പോഴും അവിടെ നിങ്ങളുടെ മീസാനിൽ, നിങ്ങളുടെ തുലാസിൽ കനം വെക്കുന്ന അമലുകൾ ചെയ്യാനായിട്ട് നിങ്ങളെ അദ്ദേഹം എപ്പോഴും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹ്.